ഒരു ദിവസം കൊണ്ട് നമ്മുടെ ആനവണ്ടിയിൽ മൂന്നാറിനെ വെല്ലുന്ന മനോഹാരിത, കോടമഞ്ഞ് പുതച്ച് നിൽക്കുന്ന താഴ്വര ദേ കാണുന്നില്ലേ. ഇത് മൂന്നാറല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇത് മൂന്നാറല്ല. കൊടും വനത്തിലൂടെ കാനന ഭംഗി ഏറെ ആസ്വദിച്ച് വന്യമൃഗങ്ങളെ ഒക്കെ തന്നെ കണ്ട് മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നമുക്ക് വന്നാലോ. അപ്പം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര, അതിൽ 4.5 മണിക്കൂറും കാടിനകത്തൂടെ, കൊടും കാടിനകത്തൂടെ നമ്മുടെ ആനവണ്ടി, നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഒരു യാത്ര. തികച്ചും വ്യത്യസ്തമായ ഒരു യാത്ര. അതെ, നമ്മളിന്ന് പോകുന്നത് ഗവിയിലേക്കാണ്. നല്ല കോടമഞ്ഞും ചെറിയ മഴയും ഒക്കെ നനഞ്ഞ് നമ്മുടെ ആനവണ്ടിയിലുള്ള ഒരു യാത്ര അടിപൊളിയാണ്. ഗവിയിലേക്കുള്ള എൻ്റെ യാത്ര പത്തനംതിട്ടയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമുക്ക് പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ തന്നെ കുമളിയിൽ നിന്നും ഗവി കണ്ടുവരാം. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് പത്തനംതിട്ടയാണ്. ഇതാണ് പത്തനംതിട്ട KSRTC സ്റ്റാൻഡ്. ഇവിടെ ഇന്ന് 5:30ക്കാണ് ഗവിക്കുള്ള ഫസ്റ്റ് ബസ്. അതിലാണ് ഇന്ന് ഞാൻ യാത്ര പോകുന്നത്. ഇത് കണ്ടോ, KSRTCയുടെ കട്ട് ചേസ് ബസ്സുകളാണ് ഗവി യാത്രയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അശോക് ലൈലാൻഡിൻ്റെ കട്ട് ചേസ് ബസ്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഗവിയൊക്കെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, കുഞ്ഞു വണ്ടിയാണ് കേട്ടോ. നല്ല രസമില്ല കാണാനായിട്ട്. ഇതിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ബസ്സിനകത്ത് കയറി സീറ്റൊക്കെ പിടിച്ചു. ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ ഇല്ലാത്ത ഒരു റൂട്ട് കൂടിയാണ് ഗവി. കണ്ടോ, ബസ് പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു. 208 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആകുന്നത്. ഞങ്ങൾ കുമളിക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഈ കാണുന്നതാണ് ഗവിയിലേക്കുള്ള ബസ്സിന്റെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന വിഷ്വൽ ബ്യൂട്ടിയാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കും. അപ്പോഴേ നമ്മുടെ ബസ് യാത്രയൊക്കെ പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 5:30 തന്നെ വണ്ടി അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഗവി യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്ങമൂഴിയിലാണ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. കണ്ടോ, നല്ല മഴയാണ്, നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടർന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. നമ്മുടെ ഗവി യാത്രയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കൂടിയാണ് ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എന്നത്. സ്വകാര്യ വാഹനത്തിൽ ഗവിക്ക് വരണമെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്, നമ്മളിപ്പം കടന്നു വന്ന കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത്ര വാഹനങ്ങളായിട്ടൊക്കെ നിജപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാനായിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാനായിട്ട് സാധിക്കും. KCBയുടെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 5 ഡാമുകളെ, പുഴകളെ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെ, തേയിലത്തോട്ടങ്ങളെ, കാനന ഭംഗി ഏറെ ആസ്വദിച്ച് മൃഗങ്ങളെയൊക്കെ തന്നെ കണ്ട് അടിപൊളി ഒരു KSRTC ആനവണ്ടി യാത്രയാണ് ഗവി യാത്ര എന്നത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത് കാടിനകത്തൂടെ, കൊടും കാടിനകത്തൂടെ ഏകദേശം 4.5 മണിക്കൂറുള്ള ഈ യാത്രയിൽ കൂടുതലും കോടമഞ്ഞിനകത്തൂടെ പോകുന്ന ഒരു ഫീൽ കിട്ടി ഞങ്ങൾക്ക് ഈ യാത്രയിൽ. അത് എടുത്തു പറയേണ്ടി ഒന്നാണ്. ചെറിയ ചാറ്റൽ മഴയും കോടയും ഒക്കെ കലർന്ന അടിപൊളി ഒരു കാലാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഗവി സന്ദർശിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കാടിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് പത്തനംതിട്ട ഗവി കുമളി റൂട്ട് എന്നത്. എത്രയൊക്കെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നാലും നമ്മൾ ആനവണ്ടിയിലുള്ള ഒരു യാത്ര ഉണ്ടാവും. അത് വേറെ ഒരു ലെവലാണ്. അശോക് ലൈലാൻഡിൻ്റെ എൻജിൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് കൊടും കാട്ടിലൂടെ, കോടമഞ്ഞിലൂടെ യാത്ര അടിപൊളിയാണ്. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ ബസ് 5:30 രാവിലെ 5:30 ബസ്സിലാണ് എൻ്റെ യാത്ര. ഇതിനുശേഷം 6:30 KSRTC ബസ് അവിടെ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ 5:30 നമ്മുടെ കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയ്ക്ക് സർവീസ് ഉണ്ട്. ആ ബസ് നമുക്ക് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. മുളം കാടിനകത്തൂടെയാണ് നമ്മുടെ ഈ യാത്ര. ആനയൊക്കെ കാണാനായിട്ട് ഇത് കണ്ടോണം, പൊളിഞ്ഞ കെട്ടിടമാണ് ഈ കിടക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഒരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമാണ് കിടക്കുന്നത്. ഇത് നമ്മളുടെ ആദ്യത്തെ ഡാമായ മൂഴിയാർ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. 1999 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. KCBയുടെ ഉടമസ്ഥതയിലാണ് ഈ മൂഴിയാർ ഡാം ഉള്ളത്. താഴെ കാണുന്ന ഈ വഴി മൂഴിയാർ പവർ ഹൗസിലേക്കുള്ള വഴിയാണ്. നമ്മളുടെ ഈ യാത്രയിൽ ഏകദേശം 5 ഡാമുകളോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ 4 എണ്ണത്തിൻ്റെ മുകളിലൂടെ മാത്രമേ ബസ് പോവുകയുള്ളൂ കേട്ടോ. അതിലെ ആദ്യത്തേതായിരുന്നു മൂഴിയാർ ഡാം. ഇനി അടുത്തത് കക്കി ഡാമാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. കക്കി ഡാം കഴിഞ്ഞ് ആനത്തോട് ഡാമുണ്ട്, പമ്പ ഡാമുണ്ട്. അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടത്തില്ല. നമുക്ക് അതിലേ പോകണ്ട, നമുക്ക് അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഗവിയാർ ഡാം, ലാസ്റ്റ് ഉള്ളത് ഗവിയാർ ഡാം. ഇപ്പോഴേ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം മൂഴിയാർ KCB ക്യാൻറ്റീൻ്റെ പരിസരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് ബസ് നിർത്തിയിട്ടതിന് ശേഷം യാത്ര നമ്മൾ തുടരുകയാണ്. ഗവിയിലേക്കുള്ള എൻ്റെ രണ്ടാമത്തെ യാത്രയാണ്. ആദ്യം ഞാൻ വേനൽക്കാലത്താണ് വന്നിരുന്നത്. ഇന്ന് ഞാൻ മഴക്കാലത്താണ് വന്നിരുന്നത്.
പറഞ്ഞിട്ട് കാര്യമില്ല. ഏ ഈ യാത്രയിലും ഗവിയിൽ എനിക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ആളെ ഇറക്കുന്നില്ല. ദേ ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപാദനത്തിനുള്ള ജലം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്നത്. ഗവി ജനശ്രദ്ധ ആകർഷിച്ചത് ഓർഡിനറി എന്ന മലയാളം മൂവിയിലൂടെയാണ് അല്ലേ? അതുപോലെ തന്നെ ആ ചിത്രത്തിൽ പറയുന്നത് പോലെ ഇതുവഴി നടത്തുന്ന സർവീസുകളെല്ലാം തന്നെ ഓർഡിനറിയാണ്. ഓർഡിനറി ബസ്സിലാണ്. അശോക് ലൈലാൻഡിന്റെ കട്ട്ചേസ് ബസ്സുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഗവി യാത്രയ്ക്കുള്ള സീറ്റും ടിക്കറ്റും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ബസ്സിൽ കയറിയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. വർക്കിംഗ് ഡേയ്സിലൊക്കെ തിരക്ക് നന്നേ കുറവായിരിക്കും. ഹോളിഡേയ്സിൽ നല്ല തിരക്കാണ് ഗവിക്കുള്ള ബസ്സിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന് നിന്ന് ടിക്കറ്റല്ല സീറ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന താഴ്വരകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. ദേ ഫുള്ളാണ് ബസ്. നോക്കിക്കേ, ഞാൻ പോയ ടൈമിലുണ്ടല്ലോ കണ്ണൂരിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ ഈ ബസ്സിലുണ്ടായിരുന്നു. ഗവി കാണാനായിട്ട് വന്നതാണ്. ഗവി മാത്രം കാണാനായിട്ട്. കണ്ടോ, ദേ നോക്കിക്കേ, കോടമഞ്ഞ് പുതച്ച് നിൽക്കുകയാണ് നമ്മുടെ കാനനപാത. അതിമനോഹരമായ കാഴ്ചയല്ലേ? എൻ്റെ ഈ യാത്ര ഞാൻ കുമ്മളിയിൽ നിന്ന് തുടങ്ങാനായിട്ടാണ് ഇരുന്നത്. ചില സാഹചര്യങ്ങൾ കാരണം ഞാൻ പത്തനംതിട്ടയിൽ നിന്നാക്കിയെന്നുള്ളൂ. കുമ്മളിയിൽ നിന്ന് 5:30 എടുക്കുന്ന ബസ് ഏകദേശം 6 മണിയോടുകൂടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. അതിരാവിലെ വനത്തിനുള്ളിലേക്ക് കയറുന്നതിനാൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ തന്നെ, ആനയും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട്, മാവിനെ ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ആ ട്രിപ്പിൽ. നമ്മുടെ ഈ ബസ് നേരം വെളുത്തതിന് ശേഷം ഏകദേശം 7 മണിയായിട്ടേ കാടിനകത്തേക്ക് കയറത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മൾ ആ ആനയും കാട്ടുപോത്തിനെയും ഒക്കെ കാണും എന്നാണ് പ്രതീക്ഷയാണ് നമ്മളുടെ ഈ യാത്ര. ഈ യാത്രയിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ മഴയും അതുപോലെ നല്ല കോടമഞ്ഞും ഒക്കെ ആയിരുന്നു കേട്ടോ. എത്ര പറഞ്ഞാലും അതിൻ്റെ ഫീല് നമുക്ക് കിട്ടത്തില്ല. അത് ആസ്വദിച്ച് തന്നെ അറിയണം. KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് സ്വപ്നം കാണാത്തവരാരും തന്നെ ഇല്ലല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് ഈ സൈഡ് സീറ്റിൽ നിന്ന്. അതുപോലത്തെ ഒരു മായാ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ഗവി ട്രിപ്പ്. ദേ നോക്കിക്കേ, അതിമനോഹരമായ വശ്യ സൗന്ദര്യം. ദേ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ദേ സൂക്ഷിച്ച് നോക്കിക്കോണം. നമ്മുടെ ആദ്യത്തെ ആനിമലിനെ, നമ്മളുടെ ഈ യാത്രയിലെ ആദ്യത്തെ വന്യജീവിയെ നമ്മൾ സ്പോട്ട് ചെയ്തേക്കുന്നത് ദേ വലിയൊരു കാട്ടുപോത്തിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ദേ നോക്കിക്കേ, കാട്ടുപോത്താണ് നിൽക്കുന്നത്. ദോ കണ്ടോ, വലിയൊരു ഒറ്റ കാട്ടുപോത്തേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സാധനം. എന്നെ മസിലൊക്കെയാണല്ലേ, അടിപൊളിയുണ്ട്. നമ്മളെ ആദ്യത്തെ വന്യജീവിയാണ് നമ്മൾ കണ്ടേക്കുന്നത്. കാണ്ടാമൃഗം അല്ലെ, കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്നത്. കാണ്ടാമൃഗം അല്ല, കാട്ടുപോത്ത്. കാട്ടുപോത്തിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തുടർന്നുള്ള യാത്രയിലുണ്ടല്ലോ വേറെയും മൃഗങ്ങളെയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ കാണിക്കാം. മഞ്ഞ് നന്നായി മൂടിയിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ നമുക്ക് മൂഴിയാർ ഡാം നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് മൂഴിയാർ ഡാമിൻ്റെ ആ റിസർവയർ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. കാരണം മഞ്ഞ് അതുപോലെ കോടമഞ്ഞ് അതുപോലെ മൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആനകളെ നമുക്ക് കാണാൻ പറ്റുന്ന റൂട്ട് കൂടിയാണ്, ഈ ഫോറസ്റ്റ് റൂട്ട് കൂടിയാണ് നമ്മുടെ ഈ ഗവി റൂട്ട് എന്നത്. കുമ്മളിയിൽ നിന്ന് കയറേണ്ടതായിരുന്നു എങ്കിൽ പോലും ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് കയറിയത് എങ്കിൽ പോലും എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന്, അത് ഞാൻ പറഞ്ഞില്ലേ, മൂഴിയാറിൻ്റെ റിസർവയർ ആണത്. മൂഴിയാർ ഡാം നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ കോടമഞ്ഞ് കാരണം നമുക്ക് കാണാനായിട്ടേ സാധിക്കത്തില്ല. അത്രയ്ക്ക് കോടമഞ്ഞാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്നാറിൽ പോലും ഇത്രയ്ക്ക് കോടമഞ്ഞ് ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ സ്വകാര്യ കുളക്കോഴിയാണ് കേട്ടോ, കുളക്കോഴിയാണ്. കുളക്കോഴി എന്ന് വെച്ചാൽ കാട്ടുകോഴിയാണ് അത് സാധനം. കണ്ടോ, ഇത് നോക്കിക്കേ, അടിപൊളിയല്ലേ? മൂന്നാറിനെ തോപ്പിക്കുന്ന ക്ലൈമറ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി ഒരു ദീർഘദൂര ബസ് യാത്ര. അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ഗവി കുമളി, അല്ലെങ്കിൽ കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്ക് വരണം. അതും മഴക്കാലത്ത് വരണം കേട്ടോ, സൂപ്പറാണ്. നമ്മുടെ ഈ യാത്രയിൽ കുമളിയിൽ നിന്ന് വരുന്ന ബസ് നമ്മൾ കാണും. ദേ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കണേ കുമളിയിൽ നിന്ന് വരുന്ന ബസ്. അപ്പം നമ്മുടെ യാത്രയിൽ നമ്മളിവിടെ ഒരു 5 മിനിറ്റ് നിർത്തും കേട്ടോ ബസ്. അപ്പോൾ ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ദേ അതിമനോഹരമായ മൊട്ടക്കുന്നാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അവിടെ ആന നിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ദേ നമ്മൾ വന്ന ബസ്, ഓർഡിനറി ബസ്. നമ്മൾ ഈ പോകുന്നത് വിഷ്വൽ ബ്യൂട്ടിയാണ് കാണാനായിട്ട് പോകുന്നത്. കക്കി ഡാമിൻ്റെ റിസർവയറാണ് നമ്മളിതേ ഈ കാണുന്നത്.
എൻ്റെ ഈ യാത്രയിൽ മൊത്തം കോടമഞ്ഞായിരുന്നു കേട്ടോ. ഫുൾ കോടയാണ് കേട്ടോ. അത് അടിപൊളിയാണ്. ഞാൻ വേനൽക്കാലത്ത് വന്നിരുന്നോണ്ട് ഇതെല്ലാം നല്ല തെളിഞ്ഞ് എൻ്റെ നിൽക്കുന്ന മോനെ. കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പം ചെടികളും പുല്ലുകളും ഒക്കെ തന്നെ കരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നിരുന്നാല് ഇന്നത്തെ എൻ്റെ ഈ കാഴ്ച അതിമനോഹരമാണ്. ദേ നോക്കിക്കേ, എന്നാ വിഷ്വൽ ബ്യൂട്ടിയാണെന്ന് നോക്കി. അപ്പോഴേ ദേ മഴ പെയ്തു. ഞങ്ങൾ ചാടി ബസ്സിനകത്തേക്ക് കയറി നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഗവിക്ക് വരണമെങ്കിൽ ഗവിയിൽ ബുക്ക് ചെയ്യണം. റൂമൊക്കെ ബുക്ക് ചെയ്തെങ്കിൽ നമ്മൾ ഗവിയിൽ ഇറങ്ങി നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ട്രക്കിംഗ് ഒക്കെ തന്നെ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് സഫാരിയൊക്കെ ഉണ്ട്. ഗവിയിലേക്ക് സഫാരിയൊക്കെ തന്നെ. ഇതേ നമ്മൾ എത്തിയിരിക്കുന്ന അടുത്തതായിട്ടുള്ള ഡാമാണ് കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പം സഞ്ചരിക്കുന്നത്. മഞ്ഞായതിനാൽ കക്കി ഡാമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഡാമും ഡാമിൻ്റെ റിസർവയറും ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കോട മഞ്ഞാണ്. മഞ്ഞെന്ന് ഞാൻ പറയുമെങ്കിൽ കോട മഞ്ഞാണ് കേട്ടോ. കോട പുതച്ച് നിൽക്കുകയാണ് ഇപ്പം കക്കി ഡാമിൻ്റെ റിസർവയർ. ദേ വെള്ളമൊന്നും കാണാനായിട്ടേ സാധിക്കുന്നില്ല കേട്ടോ. ദേ നോക്കിക്കേ, ഇതാണ് കക്കി ഡാം. കണ്ടോ, അതിമനോഹരമായ കാഴ്ചയല്ലേ. കക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലാണ്. മുകളിൽ കൂടെ പോകാൻ കഴിയുന്ന ഡാം കൂടിയാണ് ഈ കക്കി ഡാം. ഏകദേശം 1964 ഈ കക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും ഉയരത്തിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഡാം കൂടിയാണ് കക്കി ഡാം. നല്ല ഉയരമാണ് കേട്ടോ കക്കി ഡാമിൻ്റെ. അത് എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. കോടമഞ്ഞ് പുതച്ച് നിൽക്കുന്നതിനാൽ കക്കി ഡാമിൻ്റെ ഉയരം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര കക്കി ഡാമിൻ്റെ റിസർവയറിലൂടെയാണ്. ഓർഡിനറി സിനിമയിലൂടെയാണ് ഈ ഗവിയും ഗവിയിലേക്കുള്ള KSRTCയുടെ ഈ യാത്രയും എല്ലാം തന്നെ പ്രശസ്തമാകുന്നത്. ബിജു മേനോനും കുഞ്ചോക്കോ ബോബനും ഒക്കെ തന്നെ തകർത്തഭിനയിച്ച ഓർഡിനറി സിനിമയിലെ പല രംഗങ്ങളും നമ്മുടെ ഈ റൂട്ടിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ലോഫർ മരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ബൈബിള് വായിച്ച എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒന്നായിരിക്കും ലോഫർ മരത്തെ പറ്റി. നമ്മുടെ നോഹയുടെ പേടകം ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച തടിയാണ് ഈ ലോഫർ മരത്തിൻ്റെ തടി. അത് ഉപയോഗിച്ചിട്ടാണ് ആ പേടകം തീർത്തിരിക്കുന്നത്. ഈ പറയുന്ന ലോഫർ മരങ്ങൾ ധാരാളമായിട്ട് ഗവിയിൽ കാണുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ യാത്രയിൽ കോടമഞ്ഞ് നിറഞ്ഞു നിന്നിരുന്നാൽ നമുക്ക് ഈ ലോഫർ മരങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ഈ യാത്ര നീണ്ടുപോവുകയാണ്. ഇതുവരെയും നമ്മൾ ജനവാസ മേഖലയിൽ എത്തിയിട്ടില്ല. കാടിനകത്തൂടെയാണ് നമ്മുടെ ഈ യാത്ര തുടരുന്നത്. നല്ല കോപ്പറേറ്റീവായിട്ടുള്ള നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം തന്നെ നല്ല കോപ്പറേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ യാത്രയിൽ വന്നവരെല്ലാം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ യാത്രയിൽ ലഭിച്ചത്. നമ്മുടെ യാത്രയിലെ മൂന്നാമത്തെ ഡാം ആനത്തോട് ഡാം. സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം 1964 ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. 1967 ഇത് കമ്മീഷൻ ചെയ്തു. എന്ത് ചെയ്യാനാണ്, കോടമഞ്ഞ് പുതച്ച് നിൽക്കുന്നതിൽ നമുക്ക് മറ്റ് കാഴ്ചകളൊന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. കണ്ടോ, ഡാമിൻ്റെ താഴെയായിട്ടുണ്ടല്ലോ പഴയ നിർമ്മിതികളൊക്കെ തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ നല്ല കോടമഞ്ഞായതിനാൽ അതൊക്കെ തന്നെ നമ്മൾ മിസ് ചെയ്തു. നമ്മുടെ ഈ യാത്രയിൽ ഗവിയിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഗവിയിൽ ഇറങ്ങണമെങ്കിൽ അവിടെ സ്റ്റേ ഉണ്ടായിരിക്കണം. സ്റ്റേ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പാക്കേജ് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ നമുക്ക് ഗവിയിൽ സ്റ്റേ അനുവദിക്കത്തുള്ളൂ. gavikaki.online.com, gavi.kfdceccotourism.com ഇവയിലൊക്കെ തന്നെ ഗവിയിലേക്കുള്ള പാക്കേജുകളും മറ്റ് ഇതര വിവരങ്ങളും എല്ലാം തന്നെ ലഭ്യമാണ്. ഇതിൽ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവിയിൽ സ്റ്റേ ചെയ്യാനും അതിനോടനുബന്ധിച്ച് നമ്മൾ എടുക്കുന്ന പാക്കേജിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ട്രക്കിങ്ങും മറ്റും എല്ലാ കാര്യം തന്നെ അവിടെ റൂമും എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇറങ്ങി സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ ബുക്കിംഗ് ID പറയാം. gavikaki.online.com അല്ലെങ്കിൽ gavi.kfdceccotourism.com. ഇതിനകത്ത് നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഗവിയിലേക്ക് വരാനായിട്ട് സാധിക്കും. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിത് ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് സ്റ്റേഷനിലാണിത്. ഗവി ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ് ഇവിടെ നിർത്തിയതിന് ശേഷം കണ്ടക്ടർ ഇറങ്ങിയിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് ഉയർത്തി തരുന്നത്. സത്യം പറഞ്ഞാൽ ഗവിയിലേക്കുള്ള കവാടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അതിമനോഹരമായ കാഴ്ചയല്ല ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം മഞ്ഞ് മൂടിക്കിടക്കണം, കോടമഞ്ഞ് മൂടിക്കിടക്കണം. അപ്പം ചെക്ക് പോസ്റ്റ് തുറന്നിരിക്കണം. അപ്പം നമ്മൾ നേരെ അകത്തേക്ക് ഗവിയിലേക്ക് നമ്മൾ സ്വകാര്യ വാഹനത്തിൽ വരികയാണെങ്കിൽ പോലും നമ്മളിവിടെ ഇറങ്ങി ഈ ചെക്ക് പോസ്റ്റിലെല്ലാം തന്നെ ഇറങ്ങി നമ്മുടെ രേഖകളെല്ലാം കാണിക്കണം.
അതിനുശേഷം മാത്രമേ നമ്മളെ അവർ കടത്തി വിടുകയുള്ളൂ. അപ്പം ദേ നോക്കിയേ, മുമ്പിലുള്ളതൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ കോടമഞ്ഞ് കയറി നിൽക്കുകയാണ്. റോഡ് മൊത്തം കോടയാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അതിമനോഹരമായ കാഴ്ച. മുന്നിലൊരു ആന വന്ന് നിന്നാൽ പോലും നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ കഴിയത്തില്ലല്ലേ. ആനയായിക്കോട്ടെ, വന്യമൃഗങ്ങൾ ഏതുമായിക്കോട്ടെ. ഇവിടെ മ്ലാവ്, അതുപോലെ തന്നെ ആന, മറ്റ് ഒരുപാട് മാന്, ഒരുപാട് വന്യജീവികൾ, വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് ഒരു കാട്ടുപോത്തിനെ മാത്രമല്ലേ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. ഇതിനിടയ്ക്കുണ്ടല്ലോ ഒരു പ്ലാവിൻ്റെ കുഞ്ഞ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ദേ നോക്കിക്കേ, ഇതാണ് പമ്പ ഡാം. കോടയിൽ പുതച്ച് നിൽക്കുന്നാല് ഡാം നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ഗവിയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഗവിയിലെ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നവരെല്ലാവരും തന്നെ ശ്രീലങ്കയിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള തമിഴ് വംശജരാണ്. ഇവരെ നമ്മുടെ ഗവൺമെൻറ്റാണ് ഇവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇനി ബസ്സിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇതുവരെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിലെങ്കിൽ. ഇവിടെ നിന്ന് ഇവിടുത്തെ സ്വദേശവാസികളായ ആൾക്കാർ കയറും. അപ്പോഴേ സ്ത്രീകളുടെ സീറ്റുകളൊക്കെ ആണെങ്കിൽ അവർ ചോദിച്ച് തന്നെ മേടിക്കും സീറ്റ് കേട്ടോ. അപ്പം നമ്മൾ എണ്ണിച്ച് മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സീറ്റിൽ ഇരിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എണ്ണിച്ച് മാറിക്കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനും ഇനി എൻ്റെ അങ്ങോട്ടുള്ള യാത്ര നിന്ന് തന്നെയാണ് ബസ്സിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല തിരക്കാണ് ഇനി ബസ്സിൽ അനുഭവപ്പെടുന്നത്. ഈ ഗവി യാത്രയിലുണ്ടല്ലോ, നല്ല ക്ലൈമറ്റ് ആയതിനാൽ നമുക്ക് മുഷിച്ചിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദേ ഈ താഴെ ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ അരുവികളിൽ വെള്ളച്ചാട്ടങ്ങൾ തീർത്ത മനോഹരമായ കാഴ്ച ദേ നോക്കിക്കേ, നല്ല രസമില്ലേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും നല്ല തണുപ്പും ഒക്കെ തന്നെ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ ഇനിയിപ്പം നമ്മൾ തൊട്ടടുത്ത് ആ കാണുന്നതാണ് ഗവി LP സ്കൂളാണ് കേട്ടോ. LP സ്കൂളാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ കാണുന്നതാണ് ഗവി LP സ്കൂൾ. ഗവൺമെൻറ് LP സ്കൂളാണ് ഗവി ഈ കാണുന്നത് നമ്മൾ. ഇനി നമ്മൾ അടുത്ത കാണുന്ന ഗവി ടൗൺ ആണ്. ചെറിയൊരു ഗ്രാമപ്രദേശമാണിത്. ഇവിടെയാണെങ്കിൽ സഹകരണ ബാങ്ക് ആ കാണുന്നതാണ്, വിട്ടുപോയി എടുക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ റേഷൻ കട, സഹകരണ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് ഒക്കെ തന്നെ ആ ചെറിയൊരു ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗവിയാണത് കേട്ടോ. നല്ല രസമില്ലേ. ഏലത്തോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് ഏകദേശം 6 കിലോമീറ്റർ പോയാൽ മീനാർ ഡാം ഉണ്ട് കേട്ടോ. അതാണ് 6 കിലോമീറ്റർ ഇവിടെ. KSEBയുടെ ഉടമസ്ഥതയിലാണ് ആ ഡാം. അങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് പോവേണ്ടത് നേരെയാണ്, നേരെ ഗവി. അങ്ങനെ നമ്മൾ ഗവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവരെല്ലാം തന്നെ ഇവിടെ ഇറങ്ങും കേട്ടോ. ഈ കാണുന്നതാണ് ഗവി. ഇവിടെയാണ് റിസപ്ഷൻ എന്ന് തോന്നുന്നു. ഇതാണ് റിസപ്ഷൻ. ഇതുവരെ ഇറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഗവിയുടെ മണ്ണിൽ. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്ന ഗവിയാർ ഡാമാണ് കേട്ടോ. ഗവിയാർ ഡാം പത്തനംതിട്ടയിൽ നിന്നുള്ള നമ്മുടെ യാത്രയിൽ, ഗവിയിലേക്കുള്ള യാത്രയിലെ അവസാനത്തെ ഡാം കൂടിയാണ് ഈ ഗവിയാർ ഡാം എന്നത്. ഈ ഗവിയാർ ഡാമിൻ്റെ പല ഭാഗങ്ങളും ഓർഡിനറി സിനിമയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഗവിയാർ ഡാമിൻ്റെ ഇവിടുന്ന് ഒരുപാട് സഫാരികളൊക്കെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ. ഈ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണ് ഇവിടുത്തെ സവാരി എടുത്തു പോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് ഗവിയിലേക്കുള്ള സഫാരികളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ gavikaki.online.com നമുക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിനിയും പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ്. നമ്മളുടെ ഈ യാത്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും കാണാൻ അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ ഓർഡിനറി സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു രംഗം, അതായത് ബസ് ഇടിക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത്. കാടും കുന്നും മലയും താഴ്വരകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ തോടുകളും അതുപോലെ തന്നെ കനാൽ പാലങ്ങളും ചെറിയ ചെറുതും ഡാമുകളും ഒക്കെ തന്നെ നമ്മൾ കടന്ന് വനത്തിൻ്റെ വന്യതയിലൂടെ കാനൻ്റെ ഭംഗി ഏറെ ആസ്വദിച്ച് നമ്മളുടെ ഈ യാത്ര അവസാനിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, എനിക്ക് തോന്നി ഇത് യൂക്കാലി മരങ്ങളാണെന്ന് തോന്നി ഈ നിൽക്കുന്നത് കേട്ടോ. നല്ല പച്ചപ്പ് ഹരിതാഭയും നിറഞ്ഞൊരു യാത്രയാണ് കേട്ടോ. ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടുള്ള ഈ യാത്ര എന്ന് പറയേണ്ടത്. കാടിനകത്തൂടെയുള്ള യാത്രയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് ആനക്കൂട്ടങ്ങൾ. ആ കാണുന്നത് ആനക്കൂട്ടങ്ങളാണ് കേട്ടോ. നോക്കിക്കേ, ശരിക്കും നോക്കിക്കോ. ആ വട്ടത്തിനകത്ത് കാണുന്നത് ആനക്കൂട്ടങ്ങളാണ്. കണ്ടോ, കറുത്ത് കണ്ടോ ആനക്കൂട്ടം. ഒരു മാനെ കണ്ടോ, ഒരു മാന്, കലമാനാണ് കേട്ടോ, മാന്. ഇങ്ങനെ നമുക്ക് ആനയും കിട്ടി, മാനയും കിട്ടി, കാട്ടുപോത്തിനെയും ഈ യാത്രയെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് സവാരികളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ നേരെ ചെന്നിട്ട് അവിടെ
റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഗേറ്റ് പൊക്കി തരത്തുള്ളൂ, അതായത് ചെക്ക് പോസ്റ്റ് പൊക്കി തരത്തുള്ളൂ. അപ്പം നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് വണ്ടിപ്പെരിയാറാണ്. വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ട് നേരെ കുമളിയാണ്. നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് വരുന്നത് കുമളിയിലാണ്, കണ്ടോ. ഇനി തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ. സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ഗവിയിലേക്ക് കടത്തി വിടുമെങ്കിലും അതിന് പ്രത്യേക പെർമിഷനുകളൊക്കെ ഓൺലൈനിൽ നിന്ന് നമ്മൾ എടുക്കണം, പാസ് എടുക്കണം. എന്നിരുന്നാലും നമ്മൾ KSRTC ബസ്സിൽ നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ വരികയാണെങ്കിലുണ്ടല്ലോ, ആ യാത്ര അതിമനോഹരമായ യാത്രയായി മാറും കേട്ടോ. നല്ല നല്ല കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മൈൻഡും ബോഡിയും ഒക്കെ ഫ്രഷ് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് യാത്ര ഏറെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഏറെ ആസ്വദിച്ച് യാത്ര ചെയ്തിട്ടുള്ളത് നമ്മുടെ ആനവണ്ടിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും മികച്ച യാത്രയായിരുന്നു ഈ ഗവി യാത്ര എന്ന്. ഏകദേശം 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കുമളിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കുമളി ബസ് സ്റ്റാൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.